നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. നാളികേരത്തിന് തമിഴ്നാട്ടിൽ വിൽപ്പന ഇരട്ടിച്ചു. പക്ഷേ നാളികേര ഉൽപ്പന്ന വിപണി വാരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഹോളിഡേ മൂഡിൽ. പൊങ്കലിൻ്റെ ഭാഗമായി തമിഴ്നാട് മാർക്കറ്റ് തുടർച്ചയായ ദിവസങ്ങളിൽ അവധിയായിരുന്നു. അതേസമയം വാരത്തിൻ്റെ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ നാളികേര വിൽപ്പന പതിവിലും ഇരട്ടിച്ചു. മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റു പൂജാ ആവശ്യങ്ങൾക്കും തേങ്ങയ്ക്ക് ഡിമാൻഡ് അനുഭവപ്പെട്ടു. വൻതോതിൽ നാളികേരം വിപണിയിലേക്ക് പ്രവഹിച്ചത് വരും ദിനങ്ങളിൽ കൊപ്രാക്ഷാമത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം മില്ലുകാർ. കാങ്കയത്ത് കൊപ്ര 17,300 രൂപയിലും വെളിച്ചെണ്ണ 22,675 രൂപയിലുമാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 30,800 രൂപയിലും കൊപ്ര 16,850 രൂപയിലുമാണ്. ക്ഷയിച്ച നിരക്കിൽ വെളിച്ചെണ്ണ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് പൊതുവെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകളിൽ മാറ്റമില്ല. കോഴിക്കോട് വെളിച്ചെണ്ണ ലിറ്ററിന് 1 രൂപ കുറഞ്ഞതോടെ കൊപ്ര കിലോ 1 രൂപ കൂടി. തൃശ്ശൂർ വെളിച്ചെണ്ണ ലിറ്ററിന് 5 രൂപ കുറഞ്ഞപ്പോൾ കൊപ്രയ്ക്ക് 1 രൂപ കൂടി. തമിഴ്നാട്ടിലെ കാങ്കയം മാർക്കറ്റിൽ വെളിച്ചെണ്ണയ്ക്ക് 2 രൂപയും കൊപ്രയ്ക്ക് 3 രൂപയും വില കൂടി. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 318 രൂപയും തയ്യാർ 308 രൂപയും കൊപ്ര തെളിവ് കിലോ 188 ഓടെ 186 രൂപ. തൃശ്ശൂർ വെളിച്ചെണ്ണ 313 രൂപ, കൊപ്ര 191 രൂപ. കോഴിക്കോട് വെളിച്ചെണ്ണ 331 രൂപ, കൊപ്ര 201 രൂപ. കാങ്കയം വെളിച്ചെണ്ണ 226 രൂപ, കൊപ്ര 173 രൂപ. കൊച്ചിയിൽ പോയ വാരം 30,800 ലിറ്റർ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കെത്തി. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.